ഗൈസ്, PC അണ്ണൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഒരു തന്തയേ ഉള്ളൂ, അത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി തന്നെയാണ്, മാറുന്ന പ്രശ്നമില്ല. പക്ഷേ മുസ്ലിമിൽ തീവ്രവാദി കൂടുതലാണ്, അതാണ് സത്യം. പിന്നെ ഞാൻ നിങ്ങളുടെ പച്ചയ്ക്കാണ്, ഞാൻ BJP ചേർന്ന് വെറുതെ ചേർന്നതല്ല, അത് പച്ചയ്ക്ക് ഞാനങ്ങ് പറയുക. എൻ്റെ ജീവൻ രക്ഷിക്കാൻ വന്ന RSSും BJPയുടെ പ്രവർത്തകരുമാണ്. എന്നെ ഇവിടെ മുസ്ലിം തീവ്രവാദികൾ, ഞാൻ മുസ്ലിം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ക്ഷമിക്കണം, മുസ്ലിങ്ങളിൽ തീവ്രവാദി എല്ലാ മതത്തിലുണ്ട് തീവ്രവാദി, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിമിലുണ്ട്. പക്ഷേ മുസ്ലിമിൽ തീവ്രവാദി കൂടുതലാണ്, അതാണ് സത്യം. ആ തീവ്രവാദി എന്നെ കൊല്ലാൻ വേണ്ടി വന്നപ്പം 2 പ്രാവശ്യം ഈ RSSിൻ്റെയും BJPയുടെയും പ്രവർത്തനം എന്നെ രക്ഷിച്ചത്. ഇതിൽ ഞാൻ കൊല ചെയ്യപ്പെടുമായിരുന്നു. അപ്പോൾ ആ എന്നെ സംരക്ഷിച്ചു തന്നതിലുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ BJP ചേർന്നത്. ഇപ്പം എനിക്ക് ഇനി പാർട്ടി മാറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല, ചിന്തിക്ക് പോലും വേണ്ടാരും. എനിക്ക് ഒരു തന്തയേ ഉള്ളൂ, അത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി തന്നെയാണ്. അല്ലണ്ണ, നിങ്ങൾ ഈ പച്ചയായ സത്യം പറയണമെന്ന് പറയുമ്പം പച്ച നിങ്ങൾക്ക് അശുദ്ധല്ലേ? ഐ മീൻ നിങ്ങൾക്ക് വിരുദ്ധമല്ലേ പച്ച എന്ന് പറയണത്? പുള്ളി പറയുന്നതിൽ 2-3 ന്യായമുണ്ട്. ഞാൻ ഈ കാര്യം ജെമിനിയോട് ഡിസ്കസ് ചെയ്തു. ഇതൊന്നും പോരാ, ഞാൻ നേരെ വിക്കിപീഡിയയിലേക്ക് വെച്ച് പിടിച്ചു. നോക്കുമ്പോൾ അവിടെ പ്ലാന്തോട്ടത്തിൽ ചാക്കോച്ചൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൻ്റെ പേര് അമ്മയുടെ പേര് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് കറക്റ്റാണ്. അല്ല, ജെമിനിക്ക് ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ ജെമിനിയുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ജെമിനി പറയുകയാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞൊരു രാഷ്ട്രീയ പ്രസ്താവനയാണെന്ന്. എൻ്റെ രാഷ്ട്രീയ പ്രസ്താവനയാണെങ്കിൽ എന്തെന്ന് പറയും? ഞാൻ ഈ പറയുന്ന ഒരാളിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ട് എൻ്റെ പിതൃതുല്യനായ ഒരാളാണ് അദ്ദേഹം എന്നല്ലേ പറയുക. പക്ഷെ ജെമിനിയും ഈ വിക്കിപീഡിയയും തോറ്റുപോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡബിൾ ഫാദർ സിൻഡ്രം ഉള്ള ഇദ്ദേഹം ഡബിൾ ഫാദർ സ്ഥാനമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇങ്ങേർക്കെതിരെയാണ് കേസെടുക്കേണ്ടത്. വിവാഹം കഴിഞ്ഞിട്ട് ആ ഭാര്യയുടെ കൂടെ ജീവിക്കുകയോ അങ്ങനെ ഒരു സഹകരണം വെക്കുകയോ എവിടെയും ഒരു കൊച്ചിനെ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള ചരിത്രമോ ഇല്ലാത്ത നരേന്ദ്രമോദിയെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ അപമാനിച്ചിരിക്കുകയാണ് ഇങ്ങേര്. 2, 75 വയസ്സുള്ള നരേന്ദ്രമോദി 74 വയസ്സുള്ള അപ്പാപ്പൻ്റെ അച്ഛനാണ് എന്ന് പറയുന്നത് തന്നെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് അല്ല. പിന്നെ ഇങ്ങേർക്ക് ഭയങ്കരമായ പൊളിറ്റിക്കുണ്ട്. ഞാനൊരു അടിമയാണ്, ഇമ്പ്ര എന്ന് പറഞ്ഞുകൊണ്ട് നിന്നോളും എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ കൂടെ പുട്ടിന് പീരിയഡ് കണക്ക് തീവ്രവാദി എന്ന് പറയുന്നുണ്ട് മുസ്ലിംസിനെ. മുസ്ലിം കയറി അടിച്ച് നൂത്ത് പഞ്ചറാക്കും എന്നുള്ളത് കൊണ്ട് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദിയല്ല. തീവ്രവാദപരമായ വാദഗതിയുള്ളവരെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നു. അത്തരം തീവ്രപരമായ വാദഗതികൾ കൊണ്ട് തന്നെ പലരെയും നശിപ്പിക്കാൻ കഴിവുള്ളവരാണ് എന്നുള്ളതാണ് അവർക്ക് നേരെ കൊടുക്കുന്ന ഒരു നരേഷൻ. ഇസ്ലാമിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഈ ഒരു തെറിവിളി കേൾക്കുന്ന, സ്ഥിരമായി തെറിവിളി കേൾക്കുന്ന ഒരു പറ്റം ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ഒറ്റ ചോദ്യം PC അണ്ണനോട്, ഇത് നമ്മൾ ഒരുപാട് വട്ടം ചോദിച്ചതേനാണ്. 2 ഫാദർ ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വന്തം പെറ്റ തള്ളയല്ലേ എടുത്തു വെച്ച് ഊക്കുന്നത്? നിങ്ങൾ പറയേണ്ട എന്തെന്നറിയാമോ? രാഷ്ട്രീയപരമായിട്ട് എൻ്റെ പിതാവായി ഞാൻ കണക്കാക്കുന്നത് അദ്ദേഹത്തിനെയാണ്. എൻ്റെ ഒറിജിനൽ പിതാവ് PC അണ്ണൻ തന്നെയാണ്. ഐ മീൻ പ്ലാത്തോട്ടത്തിൽ ചാക്കോച്ചൻ തന്നെയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കാര്യപ്രവർത്തകയായ അങ്ങനെയൊന്നും നമ്മൾക്ക് വിശ്വസിക്കാം. ഇത് എന്തിനെണ്ണ കഷ്ടം തന്നെ. ആ തള്ളയുടെ ഒരു ഗതികേട്, ഇങ്ങനെ ഒരു അലവലാതിയെ പ്രസവിച്ചതിൽ അവരെന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. അവരിപ്പോഴും ജീവനോടെ ഉണ്ടോ എന്തോ? ഉണ്ടെങ്കിൽ അവർ 2 പൊട്ടിക്കണം തന്നെ. ഇമാതിരിയുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ പറയണം. 10-24 വയസ്സെന്ന് പറയുന്ന മരിച്ചിട്ടുണ്ടാവും, ചാൻസസ് ആർ ദെയർ, അവരുണ്ടാവാൻ ലേറ്റായിരിക്കും. ഇനി തീവ്രവാദിയിലേക്ക് വരാം. അണ്ണാ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ചതായി നിൽക്കുന്ന ഒരു സാധനമാണ് രാജ്യത്തെ പൗരന്മാരെ നിർബന്ധിത മതപരിവർത്തനം നടത്തുക എന്നുള്ളത്. ഈ വന്ദേ മാതരം പാടുന്നതിൻ്റെ ഇടയ്ക്ക് നിൻ്റെ മോനെ തള്ളിക്കയറ്റിക്കൊണ്ട് നിർത്തിയിരിക്കുന്നത് കണ്ട് എൻ്റെ പൊന്നണ്ണ, നിങ്ങളല്ലേ ആ പാർവതി കൊച്ചിനെ അൽഫോൺസയാക്കിയത്? ആണല്ലോ. എന്നിട്ട് ആ കൊച്ചിങ്ങളുടെ വീട്ടിൽ തന്നെ ഇല്ലേ? ഇത് നിർബന്ധിച്ചത് ജഗതി അണ്ണനാണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ലീഗലൈസ് ചെയ്ത് മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പള്ളിക്ക് പുറത്തായി പോകും, അവകാശങ്ങളൊന്നും കിട്ടത്തില്ല. ബോധമുള്ള അങ്ങേര് പറഞ്ഞ് അങ്ങനെ അങ്ങ് ചെയ്തു എന്ന് പറഞ്ഞു. ഉടനെ നിങ്ങൾ കയറി ഓക്കെ എന്ന് പറഞ്ഞു. നിങ്ങൾ അവളെ വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണം എന്ന ഒരു ഐഡിയ മുന്നോട്ട് വെച്ചത് കൊണ്ടല്ലേ ജഗതി എന്ന അച്ഛൻ അതിന് തയ്യാറായത്. ഇനിയിപ്പോൾ എന്ത് കുന്തം പറഞ്ഞിട്ട് കഴിയില്ല, അങ്ങേരൊന്നും മിണ്ടാൻ പോകുന്നില്ല, അവിടെ ഇരിക്കുകയാണ്. വിതുര പെണ്ണിൻ്റെ പ്രാക്കാണാ കയറിയിരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ചെയ്ത അച്ഛനെയും മോനേനും രാജ്യദ്രോഹികൾ എന്നല്ലേ പറയേണ്ടത്? അതിന് പകരം എന്തിനാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ ഈ ഇസ്ലാമിൻ്റെ തലയിൽ കയറുന്നത് എന്തിനാണ്? അവർ തീവ്രവാദികളാണെങ്കിൽ നിങ്ങൾ 2 പേരും എന്താണ്? നിങ്ങളുടെ തീവ്രമായ കാര്യങ്ങളെ അവിടെ ഒരു വിക്ടിം അവിടെ നിൽക്കുകയാണ്. ആ പെണ്ണിന് ഇതൊന്നും മനസ്സിലാവത്തില്ല, കാരണം കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണമെന്ന്. നമ്മളായി അംഗീകരിച്ച ഒരാൾ അക്സെപ്റ്റ് ചെയ്യുന്നതിനാണ് വിവാഹം എന്ന് പറയുന്നത്. അല്ലാതെ അടിമയായ ഒരാളെ കൂട്ടുപിടിച്ച് നിൽക്കുന്നതിനെ അല്ല വിവാഹം എന്ന് പറയുന്നത്. അവൾ അടിമയല്ലെന്ന് പറഞ്ഞുകൊണ്ട് വരുമായിരിക്കും, നമുക്കറിയത്തില്ല. കുത്തിച്ചാടി വരാനും ചാൻസ് ഉണ്ട്. കാരണം ഷോണൻ്റെ അടുത്തുള്ള സ്നേഹം കാണിക്കാനായിട്ട് തള്ളിക്കൊണ്ട് വന്നാലും വരും. പെണ്ണെ നീ പറ്റിപ്പോയ, നിനക്ക് ചെന്ന് കയറിയ വീട് മഹാപിഴച്ചതാണെന്ന് ഏകദേശം ഇവന്മാരുടെ പെരുമാറ്റം കൊണ്ട് മനസ്സിലായില്ലേ? അപ്പോൾ തീവ്രവാദി ആരാണ്? ഷോണണ്ണനല്ലേ? 75 വയസ്സുള്ള മനുഷ്യനെ അച്ഛാന്ന് വിളിക്കുന്നതോടെ 74 വയസ്സുള്ള കുഞ്ഞാവ. നല്ല കഥയായി.
വിക്കിപീഡിയയ്ക്ക് തെറ്റുപറ്റി, ജിമിനിക്ക് തെറ്റുപറ്റി, മൊത്തത്തിൽ ലോകം മുഴുക്ക തെറ്റിലാണ്. ഇവ മാത്രം ഒരു ശരി. അതെല്ലാം അവിടെ നിൽക്കട്ടെ. അടുത്ത ചോദ്യം. ഒരാൾക്ക് രാഷ്ട്രീയപരമായ വിയോജിപ്പുണ്ടാവും, രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകളുണ്ടാവും. മീൻസ് നമുക്കൊരു രാഷ്ട്രീയത്തിനോട് താല്പര്യം തോന്നാനുള്ള ഒരു കാരണം ആ രാഷ്ട്രീയത്തിലെ ആശയങ്ങളായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും കോൺഗ്രസ്സുകാരാണ്. എനിക്ക് കമ്മ്യൂണിസത്തിനോട് താല്പര്യം തോന്നിയത് അവർ കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമം, വിദ്യാഭ്യാസ നയം, അങ്ങനെ തുടങ്ങി ആ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കാൻ അവരെടുക്കുന്ന എഫർട്ട്. സോ കമ്മ്യൂണിസം മനുഷ്യന് തലയ്ക്ക് പിടിച്ചത് കോളേജ് ഡേയ്സിലാണ്. അപ്പോൾ നമുക്ക് ശക്തമായി അതിലേക്ക് നിൽക്കണമെന്ന് തോന്നി. ബൈ ബർത്തിൽ നമ്മളെ വീട്ടിലെല്ലാവരും കോൺഗ്രസ്സുകാരെ പുകഴ്ത്തിയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെ കോൺഗ്രസ്സുകാരാണ് അവരൊക്കെ. പക്ഷേ എനിക്ക് കമ്മ്യൂണിസത്തിനോട് താല്പര്യം തോന്നിയതിൻ്റെ കാരണമാണ് ആശയം. അല്ല അവരെന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ള മിഥ്യാധാരണയൊന്നുമല്ല. ബൈ ദ വേ, എനിക്കും ഇതുപോലെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്, ഭീകരമായിട്ട് പറയേണ്ടി വന്നിട്ടുണ്ട് ഇസ്ലാമിയർക്കെതിരെ. അന്ന് എന്നെ ഇസ്ലാം വെട്ടും കുത്തും പിച്ചും മാന്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്നെ പേടിപ്പിച്ചപ്പോൾ ഇതേ പറഞ്ഞ RSSും BJPക്കാരും ഓടി വന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, കാശും തരാമെന്ന് പറഞ്ഞു. ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ പക്ഷേ ആ രാഷ്ട്രീയം വേണമെന്ന് പറഞ്ഞില്ലല്ലോ അണ്ണാ. അല്ല, നമ്മുടെ അപ്പനല്ലല്ലോ, നിങ്ങളുടെ അപ്പൻ വ്യത്യാസമുണ്ടല്ലോ. എന്നാലും അണ്ണാ, നമ്മളെ ഒരാൾ പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾക്കൊപ്പം ഇറങ്ങിപ്പോകുക എന്ന് പറയുന്നത് സിനിമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല? അല്ല, നിങ്ങൾ പറയണതിന് നമ്മൾ കാര്യമായിട്ട് എടുത്തിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ വായിക്ക് തോന്നിയ കോതയ്ക്ക് പാട്ട് വിടുവാനാണെന്ന് ലോകത്തെല്ലാവർക്കും അറിയുന്നതല്ലേ. എന്നാലും സ്വന്തം അപ്പനെ ഇങ്ങനെ തള്ളി പറയരുത്, സ്വന്തം പെറ്റ തള്ള ഇങ്ങനെ അപമാനിക്കരുത്. മോശം 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 മോശം, വളരെ മോശം. ഒരു സംശയം കൂടെ, നിങ്ങളമ്മ ഗുജറാത്തിൽ പോയതാണ്, അതേ അങ്ങേര് ഗുജറാത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. എന്നാലും ടാലി ആവത്തില്ലല്ലോ. 1 വയസ്സിൽ കൊച്ചുണ്ടാക്കാനൊക്കെ പറ്റൂ? 1 വയസ്സ് കൊച്ചുണ്ടാക്കണം. അപ്പോൾ ജനിക്കുന്നതിന് ഇതെങ്ങനെ ശരിയാവും? മൊത്തത്തിൽ കൺഫ്യൂഷനായാലും. അങ്ങനെ ആയിരിക്കത്തില്ലല്ലേ ഉദ്ദേശിച്ചത്? ബയോളജിക്കൽ ജനിതകം അല്ലായിരിക്കും ഉദ്ദേശിച്ചത്. രാഷ്ട്രീയപരമായ പിതാമഹൻ എന്നതാണ്. സൂപ്പർ, നല്ലതാ, നടത്തിക്കാം.